മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ ചാക്കിനകത്ത് ഒരു കോവൽ നട്ടിരുന്നതിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. ആ കോവൽ നട്ടു, അത് കിളിച്ചതിന് ശേഷം ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ പടർത്തിയെടുക്കാം എന്നുള്ളത് നമ്മൾ വീഡിയോ ഇട്ടിരുന്നു. അപ്പം ഇത് ഇപ്പോൾ പൂക്കളൊക്കെയായി ചെറിയ കായകളൊക്കെ പിടിച്ചു തുടങ്ങി. ഇനിയാണ് വളരെ കാര്യമായ വളപ്രയോഗം നമുക്ക് നടത്തേണ്ടത്. അപ്പം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കോവയ്ക്ക ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രീതിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പം ധാരാളം ശിഖരങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ ശിഖരങ്ങൾ നമുക്ക് ആവശ്യമില്ലാത്തതെല്ലാം നമ്മൾ മുറിച്ച് കളയാൻ പോവുകയാണ്. ആവശ്യമില്ലാത്ത ശിഖരങ്ങൾ നമ്മൾ മുറിച്ച് കളയാൻ പോവുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം അതാണ്. ആവശ്യമില്ലാത്ത ശിഖരങ്ങൾ നമ്മൾ മുറിച്ച് കളയണം. ശിഖരങ്ങൾ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ വളമിടുന്നതെല്ലാം അത് പ്രയോജനമില്ലാത്ത രീതിയിലായി പോകും. അപ്പോൾ ആവശ്യമില്ലാത്ത ശിഖരങ്ങളെല്ലാം മുറിച്ച് കളയുക. ആവശ്യമില്ലാത്ത ശിഖരങ്ങളൊക്കെ നമ്മൾ മുറിച്ച് കളഞ്ഞു. ഇനിയും ഇതിന് വളമിട്ട് കൊടുക്കുകയാണ്. ഇനിയാണ് കാര്യമായ വളപ്രയോഗം നമുക്ക് നടത്തണം. അതിന് ആദ്യമായിട്ട് ഇതിൻ്റെ ചുവട് മണ്ണൊന്ന് ഇളക്കി കൊടുക്കണം. ഏത് കൃഷിയാണെങ്കിലും നമ്മൾ ഇതിൻ്റെ മണ്ണ് ഒന്ന് ഇളക്കി കൊടുക്കണം. അത്യാവശ്യമാണ്. വളപ്രയോഗം ചെയ്യുന്നതിന് ചാക്കിലായാലും ഗ്രോ ബാഗിലായാലും ഒക്കെ ഇതിൻ്റെ മണ്ണ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കടലപ്പിണ്ണാക്കിൻ്റെ ലായനി. ഒരു സസ്യം പെട്ടെന്ന് കായ്ക്കാനും കായഫലമുള്ള സസ്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് കൂടുതൽ കായലുണ്ടാകാനും പെട്ടെന്ന് വിളഞ്ഞു കിട്ടാനും വളരെ അത്യാവശ്യമായി ചേർക്കേണ്ടതാണ് കടലപ്പിണ്ണാക്കിൻ്റെ ലായനി. ഇതെങ്ങനെയാണ് നിർമ്മിക്കുന്നതിനെ പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതുകൊണ്ട് ഇവിടെ കാര്യമായിട്ട് പറയുന്നില്ല. ഇത് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കടലപ്പിണ്ണാക്കിൻ്റെ ലായനിയോ അതല്ലെങ്കിൽ ആ പിണ്ണാക്കിൻ്റെ പൊടിയോ പിണ്ണാക്കോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവും. വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുത്തു ഇല്ലെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവും. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നീട് ഇത് എല്ലുപൊടിയാണ്. ഇത്രയും കഴിഞ്ഞിട്ട് ഒരല്പം മണ്ണ്, കുറച്ച് മണ്ണൂടെ നമ്മൾ ഇതിൻ്റെ മണ്ടയ്ക്ക് ഇട്ട് കൊടുക്കണം. കുറച്ച് മണ്ണ്, അത് കല്ലൊക്കെ നീക്കം ചെയ്ത മണ്ണായിരിക്കണം, മേൽമണ്ണായിരിക്കണം. കുറച്ച് ഇട്ട് കൊടുക്കണം. അവസാനമായിട്ട് ആ തോലിൻ്റെ ഈ മണ്ണിൻ്റെ മുകളിൽ നമ്മൾ ചീമക്കൊന്നയുടെ ഇല കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് നല്ല രീതിയിൽ കായ്ഫലം കിട്ടാനും അതുപോലെ തന്നെ കായ്കൾ നല്ല പെട്ടെന്ന് വിളവ് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം ഈ വളത്തിന് പുറമെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം, മാസത്തിൽ ഒരു പ്രാവശ്യം ഇത്തരത്തിലുള്ള വളമാണ്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം കഞ്ഞിവെള്ളത്തിനകത്ത് ചാമ്പൽ ഇട്ടിരുന്ന് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ചേർന്ന് നേർപ്പിച്ച് 1 കപ്പ് വീതം ഇതിന് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് കൂടുതൽ കായ്ഫലം പിടിക്കാൻ ഉത്തമമാണ്. പിന്നെ മഴ പ്രത്യേകിച്ച് പച്ചക്കറിക്കൊക്കെ ഒന്നും ശരിയല്ല, അത് നമുക്കറിയാം. പച്ചക്കറിയുടെ ഉൽപ്പാദനം കുറയും മഴ, അതിന് പലവിധ രോഗങ്ങളുമൊക്കെ ഉണ്ടാകും. എന്നാലും ഇപ്പോൾ തന്നെ ഇത് പൂത്തു, നമ്മുടെ സംരക്ഷണം കൊണ്ടാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ വീട്ടുകാർക്ക് ഒരു മൂടി കോവൽ ഈ ചാക്കിനകത്ത് നട്ടുപിടിപ്പിച്ച് ലഘുവായ രീതിയിൽ ഇങ്ങനെ പന്തൽ വിട്ടാൽ എല്ലാ ദിവസവും കായ്കൾ പറിക്കാനുള്ള അവസരം ഉണ്ടാവും. നമ്മുടെ പ്രേക്ഷകർ ഇന്ന് പരിശോധിച്ച് നോക്കും, നല്ലതാണ്. അതുപോലെ ചട്ടിയിലൊക്കും ബക്കറ്റിലൊക്കും അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് ചെയ്യാം. ബക്കറ്റിൽ നമ്മൾ നട്ടിട്ടുണ്ട്. അതിന് വൃത്താകൃതിയിൽ തന്നെ പന്തലിട്ട് പോകുന്ന ഒരു രീതിയുണ്ട്. അത് ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള കൃഷിരീതികൾ നമുക്ക് ഒരാൾക്ക് ഒറ്റയ്ക്ക് ലഘുവായ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കൃഷിരീതികൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത്
മറ്റുള്ളവരിലേക്ക്, നമ്മുടെ സമാന ചിന്താഗതിയുള്ളവരിലേക്ക് എത്തിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളിതുവരെ പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കൃത്യമായ നന്ദി, നമസ്കാരം.